നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മുല്ലാഹിൽ ആളമിനെ പരിചയപ്പെടുത്താൻ ഈ ആയത്ത് ഓതി തന്നു നമുക്ക്. വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹുവർ റഹ്മാനുർ റഹീം. എന്തിനാണ് ഈ ഒരു വിഷയം നമ്മൾ ഈ ആയത്തിനെ പഠിക്കുമ്പോൾ പ്രത്യേകം വായിക്കുന്നത്, പ്രത്യേകം പഠിക്കുന്നത്? അതൊരു ചുരുളയിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു അന്ധവിശ്വാസത്തെ തിരുത്തുന്നതിന് വേണ്ടിയാണ്. ചില തൽപര കക്ഷികൾ, സൂഫി ചിന്താഗതിക്കാർ കൊണ്ടു നടക്കുന്ന വ്യാജവിശ്വാസത്തെ തിരുത്തുന്നതിന് വേണ്ടിയാണ്. എന്താണത്? ഇസ്മുല്ലാഹിൽ ആദം എന്നൊരു പേര് അള്ളാഹുവിനുള്ളത് ഹദീസുകൾ വ്യക്തമാക്കിയതാണ്. ഒന്ന് നമ്മുടെ ഈ ഹദീസ്, അസ്മാ ബിന്ത് യസീദിൻ്റെ ഹദീസ്. മറ്റൊന്ന് അബൂ ഉമാമയിൽ നിന്നുള്ള ഹദീസ്. ഇസ്മുല്ലാഹിൽ ആദം, അള്ളാഹുവിൻ്റെ അൽ ആദമായ ഇസ്ം പേര്, അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്, ആ നാമം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം കനിയും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ആ ഇസ്ം ഫി സുവരിൻ സലാസിൻ, 3 സൂറത്തുകളിലാണ്. എന്നിട്ട് തിരുനബി പറഞ്ഞു അൽ ബഖറത്തി വ ആലി ഇമ്രാന വ താഹ. സൂറത്തുൽ ബഖറയിലും സൂറത്ത് ആലി ഇമ്രാനിലും സൂറത്ത് താഹയിലുമാണ്. ആ 3 സൂറത്തുകളിൽ പറഞ്ഞ ആയത്തുകൾ ഏതാണ്? അതൊന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയാണ്. മറ്റൊന്ന് സൂറത്ത് ആലി ഇമ്രാന്റെ തുടക്കത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണ്. മൂന്നാമത്തെ സൂറത്ത് താഹയിൽ വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന ആയത്തിലാണ്. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ ആദം അങ്ങനെ ഒരു ഇസ്മിനെ സ്ഥിരീകരിക്കുകയാണ്. മറ്റൊരു തിരുമൊഴി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഒരു വ്യക്തി നിസ്കരിച്ചു, നിസ്കാരത്തിനൊടുവിൽ തശഹുദ് നിർവഹിച്ചു, എന്നിട്ട് ദുആ ചെയ്തു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക് അൽ ഹന്നാനു അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് ദുൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം ഇന്നി അസ്അലുക്. ഇതാണ് ആ വ്യക്തിയുടെ ദുആ. ഈ ദുആ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, അതദ്റൂന ബിമ ദഅ അല്ലാഹ്, നിങ്ങൾക്കറിയുമോ അദ്ദേഹം എന്തുകൊണ്ടാണ് അള്ളാഹുവോട് ദുആ ചെയ്തതെന്ന്? അപ്പോൾ അവർ പറഞ്ഞു അല്ലാഹു വ റസൂലുഹു ആലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അഅ്ദം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ് വ ഇദാ സുഇല ബിഹി അഅത. അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം കൊണ്ടാണ് അയാൾ ദുആ ചെയ്തത്. ആ ഇസ്മുൽ ആദം കൊണ്ട് ദുആ ചെയ്താൽ അതിൻ്റെ പ്രത്യേകത, അത് ചൊല്ലി അള്ളാഹുവോട് തേടിയാൽ അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹുവിനോട് യാചിച്ചാൽ യാചിച്ചത് അള്ളാഹു സുബ്ഹാനഹു തആല കനിയും എന്നുള്ളതാണ്. ഇതേപോലെ ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ. ബുറൈദ അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇസ്മുല്ലാഹിൽ ആദം കൊണ്ടുള്ള ദുആയെ റസൂൽ അറിയിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത് അൽ അഹദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആണയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുആ ഇസ്മുൽ ആദം കൊണ്ടുള്ള ദുആയാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു, അതുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം കനിയും, അതുകൊണ്ട് യാചിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ യാചിച്ചത് ഏകുകയും ചെയ്യും എന്ന്. ഞാനിവിടെ ഇസ്മുല്ലാഹിൽ ആദം എന്നൊരു നാമം അള്ളാഹുവിനുണ്ട്, അതിന് പ്രത്യേകതയും സവിശേഷതയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമൊഴികളിൽ ഈ ഒരു വിഷയം പലതിലായി ഉണർത്തിയിട്ടുണ്ട്.